5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. മറുനാടൻ മലയാളിയുടെ എഡിറ്ററും അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശ്രീ സാജനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. എനിക്ക് അറസ്റ്റ് ചെയ്തതിലോ അല്ലെങ്കിൽ അതിൻ്റെ ന്യായാന്യായങ്ങളിലോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സാജനോടാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുള്ളത്. സാജൻ്റെ ചാനലിൽ മറുനാടൻ മലയാളിയിൽ മറുനാടൻ എക്സ്ക്ലൂസീവിൽ സമകാലികമായ ചില വിഷയങ്ങൾ ഞാനും അതിഥിയായി വന്ന് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ച് എൻ്റെ വീഡിയോ വരുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിൽ ഈ വിഷയങ്ങൾ റീച്ച് ചെയ്യുമല്ലോ, എത്തുമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് കൊടുക്കുന്നതിൽ താല്പര്യം കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരിലും എൻ്റെ സന്ദേശം, എൻ്റെ ആശയം, ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം എത്തുന്നത് നല്ലതാണല്ലോ, കൂടുതൽ ആളുകൾ അത് കേൾക്കുന്നത് നല്ലതാണെന്നുള്ള രീതിയിൽ വളരെ വലിയ വൈറലായിട്ടുള്ള ഒരുപാട് വീഡിയോസ് മറുനാടൻ സാജൻ അവസരം തന്നിട്ടുണ്ട്. എന്നാൽ സാജനുമായി എനിക്ക് നേരിട്ട് ബന്ധമില്ല, ഞാനങ്ങനെ സംസാരിച്ചിട്ടില്ല. അവിടെയുള്ള അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സാണ് ഇങ്ങനെ വന്ന് വീഡിയോ ഒക്കെ എടുത്തു പോകുന്നത്. ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്, ഇന്നലെ സാജൻ അറസ്റ്റ് ചെയ്തു. അതായത് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് മലയാളിയുടെ ഒരു ചാനൽ തുടങ്ങി. അന്ന് ശരിക്കും യൂട്യൂബ് ചാനലുകളുടെ ഒരു പിതൃത്വം വേണമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാം. കാരണം ഒരു കാലഘട്ടത്തിൽ യൂട്യൂബ് ചാനലൊന്നും അത്ര സജീവമല്ലാതിരുന്ന സമയത്താണ് ബ്രിട്ടീഷ് മലയാളി ചാനൽ തുടങ്ങുന്നു, മറുനാടൻ മലയാളിയിലേക്ക് പോകുന്നു, പിന്നെ നിരവധി ചാനലുകൾ തുറക്കുന്നു. അങ്ങനെ പല രൂപത്തിൽ അദ്ദേഹം ചാനലുകളുടെ ഒരു ചാമ്പ്യനായി തന്നെ വരുന്നു. ഒരുപാട് വിഷയങ്ങൾ പുള്ളി അഡ്രസ്സ് ചെയ്യുന്നുമുണ്ട്. പല വിഷയങ്ങളും സമൂഹത്തിന് ആവശ്യമുള്ളതുമാണ് നല്ലൊരു ശതമാനം. കാരണം ഒരു വിമർശനാത്മക സമൂഹം നമുക്ക് ആവശ്യമുണ്ട്. സാധാരണ മാധ്യമങ്ങളൊക്കെ പരസ്യങ്ങൾക്ക് വേണ്ടിയും മറ്റ് മാധ്യമ മുതലാളിമാരുടെ, ആരാണോ മാധ്യമം നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ആരാണ്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചാനലുകൾ മാറിക്കളിക്കും. ഇപ്പോൾ കൈരളി ചാനൽ CPMൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ, ജമാഅത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മീഡിയ വണിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ ഓരോ ചാനൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മുതലാളിമാരുടെയും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ, ഇപ്പോൾ ജനം TV BJPക്കെതിരെ വലുതായിട്ട് വർത്തമാനം പറഞ്ഞവർ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെ ഓരോ ചാനലിലുമുണ്ട്. അതേസമയം യൂട്യൂബ് ചാനലുകളെ സംബന്ധിച്ചിടത്തോളം, സാജനെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രരാണ്. വലിയ നന്നായി അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ആ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം നന്നായി ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ചിലപ്പോഴെങ്കിലും അദ്ദേഹം ഒരു ലിമിറ്റ് വിട്ട് പോകുന്നുണ്ടോ? മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുമ്പോൾ മനുഷ്യർക്ക് എല്ലാവർക്കും ദൗർബല്യങ്ങളുണ്ട്. സാജനും കാണും, എന്തെങ്കിലുമൊക്കെ ദൗർബല്യങ്ങൾ കാണും. കുഞ്ഞു കുഞ്ഞു ദൗർബല്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. ദൗർബല്യം എന്ന് പറയാൻ പറ്റത്തില്ല. ചിലത് സ്വഭാവമായിരിക്കും, ചിലർക്ക് ഇഷ്ടമുള്ളതായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളെ നമുക്ക് ചൂഴ്ന്നിറങ്ങി പറയാൻ തുടങ്ങിയാൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ പറയുന്നതും അല്ലെങ്കിൽ പറയാനുണ്ടാകും. അങ്ങനെ പറയുന്നത് നല്ലൊരു ജേർണലിസമാണോ, നല്ലൊരു ശൈലിയാണോ എന്ന്, അങ്ങനെ പറയുന്നത് നല്ല രീതിയാണോ എന്ന് സാജൻ ആലോചിക്കണം. ചില വീഡിയോസ് എങ്കിലും അങ്ങനെ അഗ്രസീവായി പോകുമ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണകൂട വ്യവസ്ഥയെ എപ്പോഴും നമുക്ക് വിമർശിക്കാം. തീർച്ചയായും കുഞ്ചൻ നമ്പ്യാരുടെ കാലം മുതൽ വിമർശന സാഹിത്യം തന്നെയുണ്ട്. ഇവിടെ വിമർശന രീതികളുണ്ട്. സഞ്ജയൻ്റെ വിമർശനമുണ്ട്, കാർട്ടൂണുകൾ വരാറുണ്ട്. ശങ്കറിൻ്റെയും ഹരിയുടെയൊക്കെ കാർട്ടൂണുകൾ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ നമ്മുടെ M കൃഷ്ണനായർ സാർ കലാകൗമുദിലെ സാഹിത്യ ഭാരബലത്തിൽ അദ്ദേഹം അതുവരെ ഇറങ്ങുന്ന നോവലുകളെയും കഥകളെയും കുറിച്ചൊക്കെ എഴുതുന്ന കണ്ടാൽ നമ്മൾ സഹിക്കത്തില്ല. നമ്മൾ പറയാറുണ്ട്, പെറ്റ തള്ള സഹിക്കത്തില്ല, എഴുതിയവൻ അപ്പം പോയി ആത്മഹത്യ ചെയ്യും. അത്രയ്ക്ക് വിമർശിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ രീതിയിൽ വന്നാൽ കുറേ സാഹിത്യകാരന്മാർ, ഇപ്പം MN വിജയൻ മാഷ് നന്നായി സമൂഹത്തെ വിമർശിക്കും. അവസാനം അദ്ദേഹം നിന്ന പാർട്ടിയെപ്പോലും നഖശികാന്ത് വിമർശിച്ചാണ് അദ്ദേഹം ഇതിലേക്ക് പോയത്. സുകുമാർ അഴീക്കോട്, മോഹൻലാലിനെ പോലുള്ള ആളുകളെയൊക്കെയാണ് വിമർശിച്ചത്. അപ്പോൾ അതുകൊണ്ട് വിമർശനം വളരെ നല്ലതാണ്. വിമർശന സാഹിത്യമുണ്ട്, ഇവിടെ വിമർശനാത്മക സമൂഹം ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ചില പരിമിതികളുണ്ട്. ഒരു സാജൻ വിചാരിച്ചാലോ, ഒരു സുഭാഷ് ചന്ദ്രബോസ് വിചാരിച്ചാലോ, അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ വിചാരിച്ചാലോ, ഒരു ക്രൈം നന്ദകുമാർ വിചാരിച്ചാലോ, അല്ലെങ്കിൽ ഒരു മാത്യു സാമുൽ വിചാരിച്ചാലോ, അല്ലെങ്കിൽ പോങ്ങൻ എന്ന് പറയുന്ന ആൾ വിചാരിച്ചാലോ, അങ്ങനെ ആരായിക്കോട്ടെ, യൂട്യൂബിൽ ചെയ്യുന്ന ആരോ അല്ലെങ്കിൽ പൊതുമാധ്യമ വിചാരിച്ചാൽ ഒരു നാൾ കൊണ്ടൊന്നും ഒരു സമൂഹത്തെ നമുക്ക് മാറ്റിമറിക്കാനും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹമാക്കി എടുക്കാനൊന്നും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ നമ്മൾ കാര്യങ്ങളെ പറയുമ്പോൾ അത് വ്യക്തിപരമാകാതിരിക്കാനും സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമാകാതിരിക്കുവാനും, പിന്നെ ഉപയോഗിക്കുന്ന ഭാഷ ചിലപ്പോഴെങ്കിലും വളരെ ഷാർപ്പായി പോകുന്നു. അങ്ങനെ ഷാർപ്പായി പോകേണ്ട കാര്യമില്ല. കാരണം ആളുകൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് കണ്ടാൽ അവർ കയ്യടിക്കും. അത് ജനങ്ങളുടെ ഒരു ശീലമാണ്. അവർ സർക്കസിൽ നൂലിൽ കൂടെ പെൺകുട്ടികൾ നടക്കുന്ന കണ്ടാലും കയ്യടിക്കും, കോമാളികൾ വന്നാൽ കയ്യടിക്കും. അവർ വേറെ ദുഃഖം കണ്ടാലും കയ്യടിക്കും, സുഖമാണെന്ന് പറഞ്ഞാലും കയ്യടിക്കും. അത് വേറൊരു ശൈലിയാണ്. ഒരിക്കൽ നമ്മുടെ ഒരു ഋഷിരാജ് സിംഗിന്
നെഞ്ചുവേദന എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് വീഡിയോ അത് ഫേസ്ബുക്കിൽ വന്നപ്പോൾ 10,000-കണക്കിന് കമൻറ്റാണ് കിട്ടിയത്, ലൈക്കാണ് കിട്ടിയത്, ഒരുപാട് പേര് ഷെയർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും, ചെയ്തോന്ന് എനിക്കറിയില്ല, ചെയ്യേണ്ടി വരും എന്നൊരു മെസ്സേജ് പോയപ്പോൾ ലൈക്കോടെ ലൈക്കാണ്. ഒരാളിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് എന്തിനാ ലൈക്ക് ഇത്രയും? പക്ഷേ അങ്ങനെയല്ല, ആളുകൾ അങ്ങനെയാണ്. ഒരു വിഷയം കിട്ടിയാൽ അതിനെ അവർ ആഘോഷപൂർവ്വം പല രൂപത്തിലേക്ക് കൊണ്ടുപോകും. സാജൻ ഇത് കൃത്യമായി മനസ്സിലാക്കുക. താങ്കളെപ്പോലുള്ള ജേർണലിസ്റ്റുകൾ ഈ സമൂഹത്തിന് ആവശ്യമാണ്. താങ്കളെപ്പോലുള്ള വിമർശനം നല്ലതാണ്. അതൊന്നും ഒരു വ്യക്തിയെയും, അതിപ്പോൾ പിണറായി വിജയനെക്കുറിച്ചായാലും അല്ലെങ്കിൽ പിന്നെ യൂസഫ് അലിയെക്കുറിച്ചായാലും ഈ ആരെക്കുറിച്ചായാലും വ്യക്തിപരമായ ജീവിതങ്ങളിലേക്കോ വ്യക്തിപരമായി വല്ലാതെ അധിക്ഷേപങ്ങളിലേക്കോ പോകുന്നു എന്നുള്ള, അപ്പോഴാണല്ലോ കേസും വഴക്കുമൊക്കെ വരുന്നത്. പോകുന്നു എന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിനുണ്ടോ എന്നൊരു സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. അതുകൊണ്ട് സാജൻ ജി, നിങ്ങൾ നല്ലൊരു ജേർണലിസ്റ്റായി നല്ല ജേർണലിസ്റ്റാണ്. പക്ഷേ കുറേ കൂടി പക്വത ആവശ്യമുണ്ടോ എന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് സതുദ്ദേശപരമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്.